ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം. അതായത് ഇപ്പൊ ഈ അടുത്തിറങ്ങിയ കൺഫോർഡ് ആ ഒരു ലെവലിലുള്ള പടമാണ്. അതായത് ഈ പടത്തിന്റെ മെയിൻ ഗുണമെന്ന് എനിക്ക് തോന്നിയത് നമ്മള് ഒരു പടം കണ്ടിരുന്നത് രണ്ട് കഥകൾ തന്നെയുണ്ട്. ഫസ്റ്റ് ഹാഫ് വേറൊരു കഥ വരാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ വേറൊരു കഥ. അപ്പൊ രണ്ട് സിനിമ കണ്ട പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും കിട്ടുന്നതല്ല. അതായത് ആക്ടിവിസം ആണെങ്കിൽ ടോവിനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോവിന് മാത്രമല്ല അഭിനയിച്ചവരൊക്കെ അവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയണതിന് BGM ചെയ്തിട്ടുണ്ട്. അത് ആവശ്യ സമയത്തൊക്കെ കിട്ടലായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യ സമയത്ത് അനാവശ്യമായിട്ട് ഒരു BGM എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടും തിയേറ്റർ വാച്ചബിളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ക്യാമറ സിനിമോട്ടോഗ്രാഫി അതെ പറയാം. ആക്ടിവിസം ക്യാമറ ഒക്കെ എല്ലാവരും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് തിയേറ്ററിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് കയറി കാണാവുന്ന ഒരു സിനിമയാണ്. അതിന് ഇഷ്ടമാണ്. ലെങ്തി ആയിട്ട് തോന്നിയില്ല. കാരണം ലാഗടിക്കാനുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. അതായത് ഓരോ നിമിഷം എൻഗേജ് ആക്കി നമ്മളെ കൊണ്ടുപോകും. അതായത് അടുത്ത നിമിഷം എന്ത് വരും അങ്ങനെ ഒരു ഇത് നമുക്ക് സീറ്റിന്റെ എഡ്ജിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും കൊള്ളാം. ഇമോഷണൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ടൊവിനോടെ സാഹസികമായിട്ടുള്ള അഭിനയമാണ് അന്വേഷിക്കുന്നത്. ഡാർവിൻ കുര്യാക്കോസ് ഡയറക്ടറിന്റെ മികച്ചൊരു ഡയറക്ഷനാണ്. അപ്പോൾ ഇത് കോട്ടയം നസീറൊക്കെയുണ്ട്, പിന്നെ നമ്മുടെ ബാബുരാജൊക്കെയുണ്ട്. അപ്പോൾ ബാബുരാജൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ.